ഫെബ്രുവരി 9 രാത്രി 8:30 അരണപ്പാറ ഭാഗത്ത് കാട്ടാന നാട്ടിലിറങ്ങുന്നത് തടയാൻ സഹപ്രവർത്തകർക്കൊപ്പം പോയതായിരുന്നു വനം വാച്ചറായ വെങ്കിടദാസ്. നിലത്തിരിക്കുമ്പോഴാണ് പിന്നിൽ നിന്ന് കടുവ ചാടി വീണത്. 8:30 ഞാനിങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂട്ടോളം കുറച്ചപ്പുറം മാറിയതാണ്. പുറകിൽ വന്നിട്ട് പിടിയും കഴിഞ്ഞു, എന്നെ എടുക്കലപ്പുറം ഇടലും കഴിഞ്ഞ്. പിന്നെ മറ്റു കൂട്ടുള്ളവരുള്ളത് കൊണ്ടാണ് ഞാൻ ഇറന്ന് രക്ഷപ്പെട്ടത്. അല്ല എന്നെ എടുത്തുകൊണ്ട് പോയേനത്. 2 ഉണ്ടായിരുന്നാ പറഞ്ഞു എൻ്റെ കൂടെ ഉള്ളവർ. പിന്നെ എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഞാൻ മെഡിക്കൽ കോളേജ് എത്തിയിട്ടാണ് എനിക്ക് നോർമലായതിന്. പിറ്റേന്ന് ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുവിധം നോർമലായത്. ഗുരുതരമായി പരിക്കേറ്റ വെങ്കിടദാസിന് തലയിൽ 50-ലധികം തുന്നലിടേണ്ടി വന്നു. സ്റ്റിച്ചിൻ്റെ എടുത്തപ്പോൾ 55 സ്റ്റിച്ചായിട്ട് ഉണ്ടായിരുന്നു. കാണിച്ചെന്ന് എനിക്ക് 55 സ്റ്റിച്ച് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. എന്തെങ്ങനെ സംഭവിച്ചെന്നൊക്കെ എൻ്റെ ചോദിച്ചു ഡോക്ടർ. തലയിലാണ് സ്റ്റിച്ച് ഉണ്ടായിരുന്നത്. കയ്യിലൊരെണ്ണം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ശ്വാസം കിട്ടാത്ത ഒരു അവസ്ഥ വരുമ്പോൾ പിന്നെ എനിക്ക് ട്യൂബൊക്കെ ഇട്ടവർ പിന്നെ രണ്ട് ഭാര്യലിന് ക്രാച്ച് ഉണ്ടെന്നുണ്ടോ ഡോക്ടർ. സംഭവം നടന്ന് 1 മാസമാകുമ്പോഴും വെറും 10,000 രൂപയാണ് വെങ്കിടദാസിന് ചികിത്സാ സഹായമായി ലഭിച്ചത്. അതും തോൽപ്പെട്ടി റേഞ്ചിലെ ഉദ്യോഗസ്ഥർ കയ്യിൽ നിന്ന് നൽകിയത്. 10,000 രൂപ എനിക്ക് പിന്നെ ഡിപ്യൂട്ടി റേഞ്ചർക്ക് മോൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം പിന്നെ സ്വന്തം കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് പോകുന്നത്. പിന്നെ കുറച്ച് വീടിന് വേണ്ടി ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ആ പൈസയൊക്കെ എടുത്തിട്ടാണ് ഇപ്പോൾ വണ്ടീൻ്റെ എണ്ണ അടിക്കാനൊക്കെ കോഴിക്കോടിലൊക്കെ പോകുമ്പോൾ അതൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. ചികിത്സയുടെ ബില്ലുകൾ വെച്ച് അപേക്ഷ സമർപ്പിച്ചാൽ നിലവിലുള്ള നിയമപ്രകാരം 1 ലക്ഷം രൂപ വരെ അനുവദിക്കാനാകുമെന്നാണ് വനം വകുപ്പ് അധികൃതർ പറയുന്നത്. ഈ തുകയെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് വെങ്കിടദാസ്. മാതൃഭൂമി ന്യൂസ്, വയനാട്.